ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് മുതൽ 6ാമത്തെ മോഡ്യൂളാണ്. ശ്രദ്ധിക്കുക, BSc-കാരുണ്ട്, അവർക്ക് നമ്മുടെ വെക്ടർ ഇന്റഗ്രേഷൻ എന്നുള്ള സെക്ഷനിൽ വരുന്നതാണ്. ബിടെക്കാർക്ക് നമുക്ക് ഉള്ള ലാസ്റ്റ് 6ാമത്തെ മോഡ്യൂളത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, റിവിഷൻ ആയിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഗ്രീൻസ് തിയറം, സ്റ്റോക്സ് തിയറം, ഡൈവേർജൻസ് തിയറം, ഈ 3 ക്വസ്റ്റ്യനിലെ പ്രോബ്ലംസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ചെയ്തതൊക്കെ വെരിഫൈഡ് പ്രോബ്ലംസ് ഒന്നാണ്ട് ചെയ്തോളൂ അല്ലെ. അപ്പൊ വെരിഫൈഡ് പ്രോബ്ലംസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗ്രീൻസ് തിയറത്തിലെ. ദെൻ ഇത് നമ്മൾ ഗ്രീൻസ് തിയറത്തിന്റെ വെരിഫിക്കേഷൻ ചെയ്തില്ല തോന്നുന്നു, ഡൈവേർജൻസ് തിയറത്തിന്റെ ഒരു വെരിഫിക്കേഷൻ മാത്രമാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഗ്രീൻസ് തിയറത്തിന്റെ വെരിഫിക്കേഷനും അതിന്റെ പ്രോബ്ലം നോക്കാം, അതുപോലെ ഡൈവേർജൻസ് തിയറത്തിന്റെ പ്രോബ്ലം, സ്റ്റോക്സ് തിയറത്തിന്റെ പ്രോബ്ലം. അപ്പൊ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ഗ്രീൻസ് തിയറത്തിന്റെ പ്രോബ്ലം എടുക്കുകയാണ്. അപ്പൊ ഗ്രീൻസ് തിയറം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: that R be a simply connected plane region whose boundary is a simple closed piecewise smooth curve C oriented counterclockwise. If f of xy and g of xy are continuous and have continuous first partial derivatives on some open set containing R, then integral over C f of xy dx plus g of xy dy equal to double integral over R dou g by dou x minus dou f by dou y dy dx. ഇതാണ് എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഡി എ എന്ന് പറയും ജനറൽ ആയിട്ട്. ഇതാണ് ഗ്രീൻസ് തിയറം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്നും മനസ്സിലായില്ലല്ലോ പറഞ്ഞത്. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള 2 ഫംഗ്ഷൻസ്. ആ 2 ഫംഗ്ഷൻസ് എന്താണ്? എക്സിലും വൈയിലും ഉള്ള 2 ഫംഗ്ഷൻസ് ആണ്. 2 എക്സിലും വൈയിലുള്ള 2 ഫംഗ്ഷൻസ് ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ്, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ എന്ന് വന്നാല് ഇത് ലൈൻ ഇന്റഗ്രലിന്റെ സ്റ്റെപ്പ് ആണ് അല്ലെ. അത് ചെയ്യണതിന് പകരം എന്ത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്? അത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയുന്നത്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആറ് എഫിനെ വൈയില് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ജിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി വൈ ഡി എക്സ് എന്നാണ് എന്ത് പറയുന്നത്? ഗ്രീൻസ് തിയറം പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, യു വെച്ചിട്ടല്ലേ പറഞ്ഞേ? ഇങ്ങനെ എഫും ജിയും വെച്ചിട്ട് ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ പഠിച്ചാലും മതി, ഇതുപോലെ തന്നെ പഠിക്കാൻ നിർബന്ധമൊന്നുമില്ല. അതായത് നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു അല്ലെ, ക്ലാസ് എടുത്തപ്പോ ഞാൻ പറഞ്ഞത് ഇന്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഇങ്ങനെ വരികയാണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആറ് എന്ത് ചെയ്യാം നമുക്ക്? യുവിനെ ശ്രദ്ധിക്കുക, എക്സിന്റെ കൂടെയുള്ള ആളിനെ വൈയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഡോ യു ബൈ ഡോ വൈ ആണ്. വൈയുടെ കൂടെയുള്ള ആളിനെ എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഡോ വി ബൈ ഡോ എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഡി വൈ ഡി എക്സ്. ഇതാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. അതായത് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. ഈ ഇന്റഗ്രൽ കാണുന്നതിന് പകരം ഈ RHSലുള്ള ഇന്റഗ്രൽ കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. വെരിഫൈ ഗ്രീൻസ് തിയറം എന്ന് ചോദിച്ചാല് LHS നമ്മൾ കണ്ടുപിടിക്കണം, അതിന്റെ ആൻസർ RHS കണ്ടുപിടിക്കണം, അതിന്റെ ആൻസറിനോട് ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഗ്രീൻസ് തിയറം. അതില് LHS കാണാൻ ചെറുതാണ്, കാണുമ്പോൾ ഒരു ഇന്റഗ്രൽ ഉള്ളതെന്നൊക്കെ തോന്നും, പക്ഷെ LHS കാണാനാണ് റിസ്ക്. ഈ സിംഗിൾ ഇന്റഗ്രൽ കാണാനാണ് നമുക്ക് റിസ്ക്. ഡബിൾ ഇന്റഗ്രൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് തോന്നും ആ സൈഡിലെ സാർ കാണാൻ ഒരു രസമില്ലാത്ത ടേം എന്നൊക്കെ തോന്നാം, പക്ഷെ അവിടെയാണ് ഈസി. ആ ഒരു സൈഡ് ഈസി ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കർവൊക്കെ വരച്ച് കർവിന്റെ മുകളിലാണ് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് തിയറം പറയുന്നത്. ഗ്രീൻസ് തിയറം എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ ആണെങ്കിൽ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈയുടെ ഡബിൾ ഇന്റഗ്രൽ കാണാം. ഇങ്ങനെ പഠിച്ചാലും മതി. ഇന്റഗ്രൽ ഓവർ സി യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ആണെങ്കിൽ ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ. ചില ടെക്സ്റ്റ് ബുക്കില് ഇങ്ങനെയാണ്, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നാണ്. അപ്പൊ എങ്ങനെ എഴുതണം? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആറ് പറഞ്ഞോളൂ, എങ്ങനെ എഴുതണം? രണ്ടാമത്തെ ആളെന്നെ എക്സില്. ഓക്കെ,
ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ആദ്യത്തെ ആളിനെ വൈയില് ഡോ എം ബൈ ഡോ വൈ ഡി വൈ ഡി എക്സ്. ഇതാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പറയാത്തൊരു കാര്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു, അതുകൂടി ഒന്ന് പറയാം. ഈ ഗ്രീൻസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഏരിയ ഓഫ് എ കർവ്, ഏരിയ ബൗണ്ടഡ് ബൈ കർവ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. അപ്പൊ അതുകൂടി ഇതിന്റെ കൂടെ എഴുതി വെച്ചോളൂ. എല്ലാവരും സ്റ്റേറ്റ്മെന്റ് എഴുതിയില്ലേ? ഈ ഗ്രീൻസ് തിയറത്തിന്റെ ഒരു അപ്ലിക്കേഷൻ വിളിക്കാം. ഫൈൻഡിങ് ഏരിയ യൂസിങ് ഗ്രീൻസ് തിയറം. ഫൈൻഡിങ് ഏരിയ യൂസിങ് ഗ്രീൻസ് തിയറം. അപ്പൊ ഏരിയ കാണുന്ന ഫോർമുല പഠിച്ചാൽ മതി. ഏരിയ ഈക്വൽ ടു, ഏരിയ കാണാൻ വേണ്ടിട്ട് ഒരു ഫോർമുലയാണ് ഗ്രീൻസ് തിയറത്തിന്റെ. ആ ഫോർമുല വൈകാട്ട് ചെയ്താൽ മതി. 1/2 ഇന്റഗ്രൽ ഓവർ സി, 1/2 ഇന്റഗ്രൽ ഓവർ സി. എന്റെ ടെസ്റ്റുള്ള ഫോർമുല അതിൽ വേറെ വ്യത്യാസമുണ്ട്. ഒരു മിനിറ്റ്, നമുക്ക് എന്തായാലും കാൽക്കുലസിലെ പോലെ തന്നെ ചെയ്താൽ മതി. എങ്കിലും എന്റെ കയ്യിലുള്ള ഫോർമുല ഒന്ന് നോക്കട്ടെ. ചെറിയൊരു ഡിഫറൻസ് കണ്ടതുപോലെ തോന്നും. അറിയില്ല. എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ്. അത് കറക്റ്റാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫോർമുല ഇതാണ്. ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ്. ഇതാണ് ഏരിയ കാണാനുള്ള ഫോർമുല കേട്ടോ. ബൈഹാർട്ട് ചെയ്തോടെ. യൂസിങ് ഗ്രീൻസ് തിയറം ഫൈൻഡ് ദി ഏരിയ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർമുലയാണ് എഴുതുന്നത്. ഇന്റഗ്രൽ 1/2 ഇന്റഗ്രൽ ഓവർ സി 1/2 ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് കേട്ടോ. ആ ഫോർമുല എല്ലാവരും എഴുതിച്ച് എല്ലാവർക്കും ചോദിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എഴുതുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. യൂസിങ് ഗ്രീൻസ് തിയറം ഫൈൻഡ് ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി ellipse. Using Green's theorem, find the area enclosed by the ellipse. X square by a square plus y square by b square equal to 1. Using Green's theorem, find the area enclosed by the ellipse. X square by a square plus y square by b square equal to 1. ഓക്കെ, അപ്പോൾ ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഈ ഒരു ഫോർമുല ഉണ്ടാക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ അതിന്റെ പ്രൂഫ് ഒന്ന് കാണിക്കേണ്ടി വരും. അത് എഴുതണോ? ഒരു മിനിറ്റ്, ഞാൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇന്റഗ്രേഷൻ സ്റ്റെപ്പ് സിമ്പിൾ ആണ്. അപ്പൊ അത്രയും സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞ് ചിലപ്പോൾ മാർക്ക് തന്നില്ലെങ്കിലോ നമുക്ക് അതിന്റെ പ്രൂഫ് കൂടി, അതായത് ഏരിയ എങ്ങനെ ആ ഫോർമുലയിൽ എങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു പ്രൂഫ് കൂടി ഉണ്ട്. ഒരു മിനിറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് പറഞ്ഞുതരാം. കാരണം ഈ ഏരിയ കാണുന്ന 2 സ്റ്റെപ്പേ ഉള്ളൂ. ഇപ്പൊ കയ്യിലില്ല, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. തൽക്കാലം ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. ആ ഫോർമുല വെച്ചിട്ട് ചെയ്യാൻ തൽക്കാലം. നമ്മുടെ കാൽക്കുലസിന്റെ ടെക്സ്റ്റ് ബുക്കില് നമ്മുടെ ഫോർമുല വെച്ചിട്ട് ഡയറക്റ്റ് ഫോർമുല വെച്ചിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ എഴുതാം.
സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എഴുതാണ് ബൈ ഗ്രീൻസ് തിയറം the area equal to ഗ്രീൻസ് തിയറത്തിന്റെ ഫോർമുല പ്രകാരം ഏരിയയുടെ ഫോർമുല എഴുതിക്കുക 1/2 ഇന്റഗ്രൽ x dy മൈനസ് y dx. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് വലിയ എലിപ്സ് ആണ്. എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫിഗർ അല്ലെ. അപ്പൊ ഇത് വരെയുള്ള ഡിസ്റ്റൻസ് a ആണ്, ഇത് വരെയുള്ള ഡിസ്റ്റൻസ് b ആണ് അല്ലെ. ക്ലിയർ? അപ്പൊ ഈ എലിപ്സ് എടുക്കുന്നത് ശരിക്കും നോക്കുക. ഇതിനെ നമ്മൾ എലിപ്സിന് ചെയ്യാൻ പോകുന്നത് ഇതിനെ പാരാമെട്രിക് കോർഡിനേറ്റിലേക്ക് മാറ്റുകയാണ്. മനസ്സിലായോ? എലിപ്സിന്റെ ഇക്വേഷൻ എഴുതാ, താഴെ എഴുതാ, ഫോർമുല എഴുതി താഴെ എഴുതാ. We know that the parametric equation of the ellipse x square by a square plus y square by b square equal to 1 is, അതായത് ഈ ഒരു എലിപ്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ബൈ ഹാർട്ട് ചെയ്യണേ. എലിപ്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഫോർമുല ഇതാണ്. x equal to a cos t, y equal to b sin t. ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ബി ആണ് കേട്ടോ, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എ. അങ്ങനെയാണ് എയും വരുന്നത്. ഇതിപ്പോ ജനറലായിട്ട് തരും x square by 4 plus y square by 9 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എയുടെ സ്ഥാനത്ത് അത് നോക്കണം. 4 ആയിരുന്നെങ്കിൽ എയുടെ സ്ഥാനത്ത് 2ഉം ബിയുടെ സ്ഥാനത്ത് 3ഉം കൊടുക്കണം കേട്ടോ. അങ്ങനെ വേണ്ടി ചെയ്യണോ, അതും ശ്രദ്ധിച്ചോളണേ. ഓക്കെ, എയും ബി സ്ക്വയറും, എ സ്ക്വയറും ബി സ്ക്വയറും വരുമ്പോഴുള്ള ജനറൽ ഫോർമുലയാണത് x equal to a cos t ആണ്, y equal to b sin t ആണ്. ക്ലിയർ ആയോ? a cos t യും b sin t യും. ഇത് സർക്കിളായി മാറുമ്പോൾ എന്തുണ്ടാവുക? ഈ എയും ബിയും സെയിം ആയിരിക്കും അല്ലെ. ഇതുവരെ രണ്ട് ഡിസ്റ്റൻസ് എത്രയായിരിക്കും? രണ്ട് ഡിസ്റ്റൻസും എ തന്നെയായിരിക്കും. അപ്പൊ എന്തായിരിക്കും പാരാമെട്രിക് ഇക്വേഷൻ? നിങ്ങളൊന്ന് പറഞ്ഞേ. സർക്കിൾ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും പാരാമെട്രിക് ഇക്വേഷൻ? പറഞ്ഞേ. ചോദിച്ചിട്ടില്ല, ഞാൻ പറയണം. എന്തായിരിക്കും പാരാമെട്രിക് ഇക്വേഷൻ? ആരും മിണ്ടുന്നില്ലേ? അത് ജനറൽ ഇക്വേഷൻ ആണ്. x square plus y square equal to a square എന്നുള്ളതാണ് ജനറൽ ഇക്വേഷൻ. അതിന്റെ പാരാമെട്രിക് ഫോം ഇങ്ങനെ x equal to എങ്ങനെ എഴുതാം? x equal to എന്താ എഴുതാം? ഇവിടെ a cos t യും b sin t ആയിരുന്നു. sin t ഇല്ല കേട്ടോ, b sin t ഉള്ളു, സോറി. അപ്പൊ എന്താ വരിക? x equal to a cos t തന്നെയാണ് ഞാൻ പറഞ്ഞു. y equal to എന്തായിരിക്കും? a sin t ആണ് വരിക കേട്ടോ. അതായത് എക്സും വൈയും രണ്ടും a ആയിരിക്കും. അതാണ് എലിപ്സും സർക്കിളും തമ്മിലുള്ള വ്യത്യാസം. സർക്കിളിന്റെ ഇവിടെ ഡിസ്റ്റൻസ് b ആണ്, സോറി, സർക്കിളിന്റെ രണ്ടും a ആയിരിക്കും വരിക. എലിപ്സിന്റെ ഒരെണ്ണം a യും മറ്റത് b ആണ്. അതാണ് എലിപ്സും സർക്കിളും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്നും ആവശ്യമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ ഇനി വരികയാണെങ്കിൽ സർക്കിളിന്റെ ഏരിയ ഒക്കെ കാണാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതാമെന്ന് മാത്രമാണ് കേട്ടോ. സർക്കിളിന്റെ ഏരിയ πr² എത്തിക്കുന്ന അവസാനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് x equal to a cos t കിട്ടി, y equal to b sin t കിട്ടി. അപ്പൊ ഇതിലെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതാണ്? a cos t എഴുതാണ്, yയുടെ സ്ഥാനത്ത് b sin t എഴുതാണ്. ഇനി ആരുണ്ട്? dx കാണണം, അതുപോലെ dy യും കാണണം. ഓക്കെ, അപ്പൊ dx എന്ന് പറഞ്ഞാൽ എന്താ വരിക? a into cos t യുടെ ഡെറിവേറ്റീവ് എന്താ വരിക? cos t യുടെ. ഇപ്പൊ ഡൗട്ട് വരണമെങ്കിൽ dx by dt കണ്ടോളൂ. dx by dt പറഞ്ഞാൽ a into minus sin t എന്ന് വരും. അപ്പൊ dx equal to എന്താ വരിക? മൈനസ് എ സൈൻ ടി ഇൻറ്റു ഡി ടി. സോറി, ഒറ്റ ബോക്സിലാക്കാനൊക്കെ നമുക്ക് ഡി എക്സ് ഇതുവരെ എഴുതാം. ഞാൻ വായിക്കുന്നുണ്ട്, മുകളിൽ എഴുതാം. ഞാൻ മുകളിൽ എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കുക. എക്സ് ഈക്വൽ ടു എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു എ കോസ് ടി. അപ്പൊ ഡി എക്സ് ഈക്വൽ ടു എന്താ വരിക? എ ഇൻറ്റു മൈനസ് സൈൻ ടി കൂടെ ഡി ടി എഴുതാം. അപ്പൊ ഇവിടെ ഡി എക്സിന്റെ സ്ഥാനത്ത് ഇത്ര എഴുതി വെക്കാം നമുക്ക്. മൈനസ് എ എങ്ങനെ എഴുതാം? മൈനസ് എ സൈൻ ടി ഡി ടി എന്ന് എഴുതാം. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എ കോസ് ടിയും ഡി എക്സിന്റെ സ്ഥാനത്ത് മൈനസ് എ സൈൻ ടി ഡി ടിയും കൊടുക്കാം. ഓക്കെ, അടുത്തത് ഡി വൈ ഈക്വൽ ടു, സോറി, വൈ ഈക്വൽ ടു എഴുതാം. വൈ ഈക്വൽ ടു എന്താ? ബി സൈൻ ടി ആണ്, ബി സൈൻ ടി. അപ്പൊ ഡി വൈ ഈക്വൽ ടു എന്താ വരിക? ബി കോസ് ടി ഇൻറ്റു ഡി ടി. ഡിവൈയുടെ സ്ഥാനത്ത് ബി കോസ് ടി ഡി ടിയും കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. പക്ഷെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ വേണം അല്ലെ. എന്തായിരിക്കും ലിമിറ്റ് വരിക? ശ്രദ്ധിക്കുക, ഇത് പാരാമെട്രിക് ആക്കുമ്പോൾ ഈ ഒരു കർവ്
സീറോന്ന് തുടങ്ങിയിട്ട്, ഇതിപ്പോ സീറോ കഴിച്ചോ, സീറോന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഇത്രയും ചുറ്റി കഴിഞ്ഞാൽ ഈ മുകൾ ഭാഗം മാത്രമാണെങ്കിൽ പൈ ആണ് വരിക. അവിടുന്ന് വീണ്ടും വന്നു, അപ്പൊ ഇത് എത്ര വരെ 2π ആണ് വരിക. അങ്ങനെ മൊത്തം റൗണ്ട് അടിച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, സീറോന്ന് തുടങ്ങിയിട്ട് ഒരു റൗണ്ട് ചെയ്തിട്ട് വന്നാലാണ് അത് എലിപ്സ് ആയി മാറുന്നത്. എലിപ്സിന്റെ പ്രോബ്ലം ആയാലും സർക്കിളിന്റെ പ്രോബ്ലം ആയാലും നമ്മൾ എടുക്കുന്ന ലിമിറ്റ് എത്രയാണ്? 0 to 2π ആണ് കേട്ടോ. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? 0 to 2π ആണ്. എലിപ്സ് ആയാലും സർക്കിൾ ആയാലും നമ്മൾ എടുക്കുന്ന ലിമിറ്റ് എത്ര വരുന്നത്? 0 to 2π എന്നാണ് കേട്ടോ. 0 to 2π. എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുത്തു? അത് കൊടുത്തു. a cos t ഇൻറ്റു ഡിവൈയുടെ പ്ലേസിലോ b cos t dt മൈനസ് വൈയുടെ പ്ലേസിൽ എന്ത് കൊടുത്തു? b sin t ഇൻറ്റു ഡിവൈയുടെ dxന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? മൈനസ് a sin t dt ഈക്വൽ ടു 1/2 ഇന്റഗ്രൽ 0 to 2π. ശ്രദ്ധിക്കുക, ഇവിടെ എ ബി അവിടെ എ ബി കോമൺ ആണ്. എ ബിനെ പുറത്തേക്ക് കിട്ടും. അപ്പൊ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് കിട്ടും കേട്ടോ, ഡി ടി. ഓക്കെ, ഈക്വൽ ടു 1/2 ഇൻറ്റു എ ബിനെ മാറ്റി നിർത്തിയാല് ഇന്റഗ്രൽ 0 to 2π കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി 1 ആണ്, 1 ഡി ടി എന്ന് കിട്ടും. ഓക്കെ ആണോ? കാണുന്നില്ല ബോർഡ്? അതായത് എ ബി ബൈ 2 ഇൻറ്റു ഇതില് 1ന്റെ ഇന്റഗ്രൽ എത്ര? ടി ആണ്, ലിമിറ്റ് 0 to 2π. എ ബി ബൈ 2 ഇൻറ്റു അതിൽ അപ്പർ ലിമിറ്റ് 2π, ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് കൊടുത്തില്ല. അല്ലാണ്ട് മോന് 0 എന്ന് കൊടുക്കാം, എന്തായാലും കുഴപ്പമില്ല. ആ 2 വെട്ടിപ്പോയ ആൻസർ എത്രയാണ്? പൈ എ ബി. നമുക്കറിയാം ഏരിയ ഓഫ് ദ എലിപ്സ് എന്താണ്? പൈ എ ബി ആണ് കേട്ടോ. ആ എയും ബിയും സെയിം വരുമ്പോഴാണ് പൈ ആർ സ്ക്വയർ എന്നുള്ള ഏരിയ ഓഫ് സർക്കിൾ ആയി മാറുന്നത്. എയും ബിയും സെയിം ആണെങ്കിൽ അത് ഏരിയ ഓഫ് സർക്കിൾ ആയി മാറും കേട്ടോ, പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ഏരിയ ഓഫ് ദ എലിപ്സ് ഈക്വൽ ടു പൈ എ ബി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം നമുക്ക് ഗ്രീൻസ് തിയറത്തിന്റെ പ്രോബ്ലം അപ്പൊ ഒരെണ്ണം പഠിച്ചു. ഏരിയ കാണുന്നതാണ്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കണേ. ആ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. ശരിക്കും ചോദിക്കുക അങ്ങനെയല്ല. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഇന്റഗ്രൽ തരും, എന്നിട്ട് യൂസിങ് ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് എന്ന് ചോദിച്ചു കേട്ടോ. അങ്ങനെയാണ് ചോദിക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ആദ്യം ഞാൻ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിക്കാം, അതിനുശേഷം നമുക്ക് വലിയ വലിയ പ്രോബ്ലത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി. എല്ലാവരും എഴുതിക്കോളൂ. ഇവാലുവേറ്റ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. വെരിഫൈഡ് അവസാനം ഒരു പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ where c is the square formed by the lines x equal to plus or minus 1 and y equal to plus or minus 1. ഈ ക്വസ്റ്റ്യൻ വെരിഫൈ ആണെങ്കിൽ കുറച്ച് പണിയുണ്ട്. 4 കർവുകളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വരയ്ക്കാം. ഈ കർവ് നമുക്ക് ആവശ്യമൊന്നുമില്ല. വെരിഫൈ ചോദിക്കുമ്പോൾ മാത്രമേ അത് ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ കർവ് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. എക്സ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ അവിടെ 2 കർവുണ്ട്. എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ കർവുണ്ട്, എക്സ് ഈക്വൽ ടു മൈനസ് 1 എന്ന് പറയുന്ന കർവുണ്ട്. അപ്പൊ 1 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ ഇങ്ങനെയുള്ള ലൈൻ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ് ഈക്വൽ ടു 1 എന്ന് വിളിക്കുക. എക്സ് ഈക്വൽ ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് 1 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ ഇങ്ങനെ ലൈൻ, ഇതാണ് എന്ത്? എക്സ് ഈക്വൽ ടു മൈനസ് 1. വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ ഇങ്ങനെ ലൈൻ, ഇതാണ് വൈ ഈക്വൽ ടു 1. വൈ ഈക്വൽ ടു മൈനസ് 1 എന്ന് പറഞ്ഞാലോ ഇവിടെ മൈനസ് 1 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ ഇങ്ങനെ ലൈൻ, ഇതാണ് വൈ ഈക്വൽ ടു മൈനസ് 1. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഇതൊരു സ്ക്വയർ പോലല്ലേ, കണ്ടോ? ഇതൊരു സ്ക്വയർ പോലല്ലേ കിടക്കുന്നത്, കണ്ടോ? ഇതാണ് അവർ തന്നേക്കുന്നത്. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള ഭാഗമാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ലൈൻ ഇന്റഗ്രലാണ്. ഇന്റഗ്രൽ ഓവർ സി എന്ന് പറഞ്ഞ ലൈൻ ഇന്റഗ്രലാണ്.
അപ്പൊ ഈ ലൈനിന്റെ മുകളിലാണ്, ഈ ലൈനിന്റെ മുകളിൽ കൂടെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മള് ഇതിന്റെ LHS കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവാലുവേറ്റിന്റെ ഒറിജിനൽ ആയിട്ടുള്ള മെത്തേഡ് 4 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇന്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. 4 പ്രാവശ്യം നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ ചെയ്യണ്ട എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഗ്രീൻസ് പറയുന്നത്. ഗ്രീൻസ് പറയുന്നത് എന്താണെന്നറിയോ? അങ്ങനെ അത്ര ചെയ്ത് നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പകരം എന്ത് ചെയ്താൽ മതി എന്നാ ഗ്രീൻസ് പറയുന്നത്? ഗ്രീൻസ് തിയറം പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഓവർ സി MdX പ്ലസ് Ndy അല്ലെങ്കിൽ UdX പ്ലസ് Vdy ചെയ്യുന്നതിന് പകരം ഡബിൾ ഇന്റഗ്രൽ ഓവർ R ഡോ v ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ dydx ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പകരം എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞേക്കണേ? അതിന്റെ റൈറ്റ് സൈഡ് കണ്ടുപിടിച്ചാൽ മതി എന്നാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. മനസ്സിലായോ എന്താണ് ഗ്രീൻസ് തിയറം എന്ന്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫിഗർ പോലെയാണെങ്കിൽ നിങ്ങൾ 4 പ്രാവശ്യം ഇന്റഗ്രൽ കാണണം. അതായത് ഈ കർവ് മുതൽ ഇതുവരെ ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിന്റെ ലിമിറ്റ് ഇവിടെ ഉണ്ടാവും. ഇത് മുതൽ ഇതുവരെ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഇത് മുതൽ ഇതുവരെ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഇത് മുതൽ ഇത്, അങ്ങനെ 4 കേസ് വരും. C1 C2 C3 C4 എന്ന് പറഞ്ഞ് 4 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിന് പകരം ഒരു പ്രാവശ്യം ഡബിൾ ഇന്റഗ്രൽ കണ്ടാൽ മതി എന്നാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. അപ്പൊ എന്താണ് ഗ്രീൻസ് തിയറം എന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായോ? മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഫിഗറിന് വരയ്ക്കുന്നില്ല, നമുക്ക് ഫിഗറിന്റെ ഒന്നും ആവശ്യമില്ല. തൽക്കാലം ഈ വെരിഫൈ എന്ന് ചോദിക്കുമ്പോൾ പണി കിട്ടി. LHS കാണണം, RHS കാണണം. അല്ലാത്ത ക്വസ്റ്റ്യൻ ഒക്കെ RHS മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇന്റഗ്രൽ ഓവർ സി MdX പ്ലസ് അല്ലെങ്കിൽ UdX പ്ലസ് Vdy എന്ന മോഡലിലാണ് ക്വസ്റ്റ്യൻ. ഇതില് U എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, V എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തെഴുതാണ് U ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് XY. ഓക്കെ, V ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് Y സ്ക്വയർ. യുവിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. യുവിനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, വിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കും. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് എക്സിന്റെ 1 ആയി പോയി y കിട്ടും കേട്ടോ. 2x പ്ലസ് y യു എഴുതി ഡോ യു ബൈ ഡോ എക്സ് കിട്ടും. വി എഴുതാ ഡോ വി ബൈ ഡോ എക്സ് കാണാം. ഡോ വി ബൈ ഡോ എക്സ് തെറ്റിപ്പോയി, വീണ്ടും തെറ്റി പറഞ്ഞിട്ട് തെറ്റിച്ചു ഞാൻ. സോറി തിരിച്ചാണ്. ഡോ യു ബൈ ഡോ വൈ ആണ് വേണ്ടത്. ഡോ യു ബൈ ഡോ വൈ ആണ് വേണ്ടത്. യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈയില് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. വൈയുടെ ടേം ഇതിലുണ്ടോ? ഇല്ല, 0 ആണ്. പ്ലസ് വൈയുടെ ടേമോടെ 1 ആണ് അല്ലെ. അപ്പൊ x into 1 വരും. ആൻസർ x ആണ് കേട്ടോ. ഓക്കെ, ഡോ യു ബൈ ഡോ വൈയുടെ വാല്യൂ എത്രയാണ്? x ആണ് കേട്ടോ. തെറ്റിപ്പോയതാണ് നേരത്തെ. വീനെയാണ് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. വീനെയാണ് രണ്ടാമത്തേനാണ് എക്സിൽ. ആദ്യത്തേനെ വൈയിലും രണ്ടാമത്തേനെ എക്സിലുമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ തരുന്നതിന്റെ ഓപ്പോസിറ്റ്. ഇവിടെ dx ആണെങ്കിൽ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇവിടെ dy ആണെങ്കിൽ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് നോക്കിയാൽ മതി. ഡിഎക്സിന്റെ കൂടെയുള്ള ആളനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിവൈയുടെ കൂടെയുള്ള ആളനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ചെയ്യുമ്പോൾ എക്സിന്റെ സ്ക്വയർ 2x പ്ലസ് 0 എന്ന് കിട്ടും. ആൻസർ 2x. ഓക്കെ, ഇതുവരെ എഴുതാം. എഴുതിയോ? അപ്പൊ എടുത്തെഴുതാണ് ബൈ ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറം സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതാം. ഇന്റഗ്രൽ നമ്മുടെ ഏത് രീതിയിൽ വേണമെങ്കിൽ എഴുതിക്കൊള്ളട്ടെ. ഫോർമുല കാൽക്കുലസിന്റെ ടെസ്റ്റ് ആണെങ്കിൽ FdX പ്ലസ് GDY എന്നാണ് പറയുന്നത്. ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ R ഡോ G ബൈ ഡോ X മൈനസ് ഡോ F ബൈ ഡോ Y dydx എന്നാണ് കാൽക്കുലസിന്റെ ടെസ്റ്റിലുള്ള ഫോർമുല. അതൊക്കെ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇന്റഗ്രൽ ഓവർ സി ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാ x സ്ക്വയർ പ്ലസ് XY ഇൻറ്റു dx പ്ലസ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇൻറ്റു dy ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഇട്ടു ഡോ G ബൈ ഡോ എക്സ് നമ്മൾ കണ്ടുപിടിച്ചു 2x ആണ് മൈനസ് x. പേര് നിങ്ങൾ
ഡോ വി ബൈ ഡോ എസ് എഴുതി അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ, തെറ്റൊന്നുമില്ല. ഇങ്ങനെ അങ്ങനെ എഴുതിയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട, ഏതെങ്കിലും ഒരു രീതിയിൽ പഠിച്ചോളൂ കേട്ടോ. എവിടെ വി അങ്ങനെയാണ് എഴുതിയെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. പേര് നമ്മുടെ ഇഷ്ടം പോലെയാണ്. 2x - x d/dx. അപ്പൊ അതിൽ ലിമിറ്റ് കാണാനോ, അതിനാണ് നമുക്ക് ഏറ്റവും റിസ്ക്. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത് ഞാൻ പറഞ്ഞത് സിമ്പിൾ ആണെന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ലിമിറ്റ് അവർ -1 to 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമില്ല, നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ക്വസ്റ്റ്യൻ കൊടുത്താൽ മതി. ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ -1 to 1 2x - x x d/dx. ആദ്യം ഇതിന് എന്തിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? വൈയിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 1 എക്സിനെ മാറ്റി നിർത്തി, പിന്നെ ഒന്നുമില്ലെങ്കിൽ y ആണെന്ന് ആൻസർ വരും അല്ലെ. ഇന്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? y എന്നാണ്, 1 dy ആണ് കേട്ടോ. അവിടെ എക്സ് ഇല്ല, എക്സ് മാത്രമാണ്, വൈയുടെ ടേം ഇല്ല. അപ്പൊ 1 dy എന്നാണ് വരിക. ആൻസർ -1 to 1 dx എന്നാണ്. ഓക്കെ ആണോ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. ഇന്റഗ്രൽ -1 to x into 1 minus -1. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. 1 minus -1 വാല്യൂ 2 ആണ്. ആൻസർ ഇങ്ങനെയാണ് കിട്ടിയത്, ഞാൻ മുകളിൽ എഴുതുന്നുണ്ട്. ഇന്റഗ്രല് -1 to 1 2x dx എന്ന് കിട്ടി. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. 2 into x²/2. ലിമിറ്റ് -1 to 1. 2 ക്യാൻസൽ ചെയ്തു, ബാക്കി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു. അപ്പൊ 1² മൈനസ് ലോവർ ലിമിറ്റ് -1 സ്ക്വയർ എന്നാണ്. 1 - 1 എന്നാണ് കിട്ടുക. ആൻസർ എത്രയാണ്? 0 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ഇന്റഗ്രൽ LHS നമ്മൾ കണ്ടുപിടിച്ചത് മനസ്സിലായോ? അപ്പൊ അത് എടുത്ത് എഴുതാം. ഇന്റഗ്രൽ ഓവർ c x² + xy dx + x² + y² dy യുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.